ഹലോ ഗൈസ്, വെൽക്കം ടു ടെയിൽസ് ഓഫ് ശ്രീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിൽ പോകുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ കാണിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലുള്ളത് ഗീസിങ്ങിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുകയാണ്. എൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 9 to 1 ആ ടൈമിങ്, പിന്നെ 2 to 5 ആണ് ഇവരുടെ ടൈമിങ്. പിന്നെ ഫ്രൈഡേ 9 to 12 ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല. പിന്നെ ഇൻഷുറൻസ് കാർഡ് കൊണ്ടുവരണം. ഓക്കെ, ഇനി ഞാൻ അകത്ത് ചെന്നിട്ട് എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് നോക്കാം. ഞാൻ ആക്ച്വലി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. വൈറ്റമിൻ ഡി ടെസ്റ്റും ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പം തിരിച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. ക്ലിനിക്ക് 9 തുറക്കുന്നത്. അപ്പം ഞാൻ വന്നപ്പം ലേറ്റായി, 9:30 ആയി. അതുകൊണ്ട് അവർ അപ്പോയിൻമെൻറ്റ് തന്നു 11:15. കാരണം കുറേ പേരുണ്ടായിരുന്നു. സോ 1 hour ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അടുത്തുള്ള ഷോപ്പിലൊക്കെ കയറി ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അടുത്തുള്ള NKD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ സെയിൽ നടക്കുകയാണ്. കുറേ ക്ലോത്ത്സൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പിന്നെ യൂറോ ഷോപ്പുകളുണ്ടാവും. യൂറോ ഷോപ്പിൽ സാധനങ്ങൾക്ക് ഭയങ്കര വില കുറവായിരിക്കും. അപ്പോൾ ഇപ്പം ഞാനൊരു യൂറോ ഷോപ്പിൽ വന്നേക്കുവാണ്. ഞാൻ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ കാണിക്കാം. അപ്പോൾ ഇപ്പം 11 മണിയായി. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോവാണ്. സോ ഒരു 15 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഇപ്പം ഞാൻ മന്തിയിൽ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് ഒരു ദിവസം കഴിയുമ്പോഴാണ് വരുന്നത്. അപ്പോൾ നാളെ പോയിട്ട് റിസൾട്ട് നമുക്ക് വാങ്ങിക്കാം, ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, അപ്പം ബൈ. അപ്പോൾ ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ റിസൾട്ടൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡ് ആകുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഡോക്ടറെ കാണാൻ പോയത്. സോ ഡോക്ടർ ചെക്ക് ചെയ്തത് അയൺ ആൻഡ് തൈറോയിഡ്, അത് രണ്ടുമാണ് ചെക്ക് ചെയ്തത്. പിന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, 35 വയസ്സിന് മുന്നേ നമുക്ക് ഇൻഷുറൻസ് കവേർഡാണ്. നമുക്ക് ഫുൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ലൈക്ക് വൺസ് ഇൻ 3 years. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം മൊത്തം എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വൈറ്റമിൻ ഡി, അയൺ ഡെഫിഷ്യൻസി ആൻഡ് തൈറോയിഡ്, ഇത് മൂന്നുമാണ് ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഡോക്ടർ എൻ്റെ ഇൻഷുറൻസ് കാർഡിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഞാനൊരു അപ്പോത്തേക്കയിൽ പോവായിരുന്നു. Vitamin D3. Hier. സോ ഇതാണ് വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ്. ഒരു കുഞ്ഞൊരു ടാബ്ലറ്റാണ്. അപ്പം ഇത് വീക്ക്ലി വൺസേ കുടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇത് ഇപ്പം കുടിക്കുവാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. സോ എല്ലാ വീക്കും ഫ്രൈഡേ കുടിക്കാൻ ഓർത്തു. സോ ഇത് 20,000 ഐ ആണോ എല്ലാണോ എന്ന് എനിക്കറിയില്ല. ഇ എന്നാണ് പറഞ്ഞേക്കുന്നത്. വൈറ്റമിൻ D3. സോ ഇതിന് ആക്ച്വലി ഞാൻ ചോദിച്ചപ്പം ഞാൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് അപ്പോത്തിക്കയിലുള്ള ആൾ പറഞ്ഞത് ഈ മെഡിസിൻ ആക്ച്വലി 37.28 യൂറോ ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. നിങ്ങൾക്ക് കാണാവോ? ഓക്കെ, സോ ഇത് നമുക്ക് 5 യൂറോയ്ക്കാണ് കിട്ടുന്നത്. ബാക്കി എമൗണ്ട് ഐ തിങ്ക് ഇൻഷുറൻസ് കമ്പനിയാണ് അടയ്ക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ എനിക്ക് എന്തായാലും 5 യൂറോ ആണ് ഇതിനായത്, ഈ ഒരു മെഡിസിൻ. ആൻഡ് നിങ്ങളെപ്പോഴും വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കുമ്പം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടെ എടുക്കണം. ബിക്കോസ് അത് എടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മെഡിസിനാണ്. പിന്നെ ജർമ്മനിയിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആകുമ്പം നമുക്ക് ഇന്ത്യയിൽ നന്നായിട്ട് സൺലൈറ്റ് കിട്ടും. പക്ഷേ ഇവിടെ അത്രയ്ക്ക് സൺലൈറ്റ് എക്സ്പോഷർ ഇല്ല. സോ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ പോയ ഡോക്ടറിൻ്റെ അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇനി പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. ബൈ.